ഷബാത്ത് ഷലോം മൈ ഫാമിലി എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. എൻ്റെ ശബത്ത് ആചരിക്കുന്ന ആത്മീയ സഹോദരങ്ങളാണ് എൻ്റെ ഫാമിലി. സഹോദരരെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ, കിദ്ദൂഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കും എന്ന്. അതായത് ഓരോ ശബത്തിലും കിദ്ദൂഷ് ചെയ്ത് നാം കുടിക്കുന്ന ആ മുന്തിരിച്ചാറ് നമ്മുടെ ശരീരത്തിലേക്കല്ല പോകുന്നത്, ആത്മാവിലേക്കാണ്. ബ്രാഹ ചൊല്ലി നാം ശബത്തിന് കുടിക്കുന്ന വൈൻ അഥവാ മുന്തിരിച്ചാറും ബ്രാഹ ചൊല്ലി നാം കഴിക്കുന്ന വാഴ്ത്തിയ അപ്പവും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് വരുന്നത്. അതൊരിക്കലും ശരീരത്തിലേക്കുള്ള ഫുഡ് അല്ല, ആത്മാവിനുള്ള ഫുഡാണ്. അപ്പം അതിനാൽ തന്നെ നാം അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുടിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കും. എന്തിനു തുടിക്കും? ദൈവത്തിങ്കിലേക്ക് എത്താനായിട്ട്, ദൈവത്തിനായിട്ട് ദാഹിക്കും. ദൈവത്തിൻ്റെ അടുത്തേക്ക്, നിത്യരാജ്യത്തിലേക്ക് എത്താനായിട്ട് ഒരു സ്റ്റെപ്പ് കൂടി നാം വെക്കും എന്ന് ചുരുക്കം. ശബാത്തിന് നാം പ്ലേറ്റിൽ അപ്പം വെക്കും അല്ലേ, വൈനായാലും വെള്ളമായാലും ഉപ്പായാലും എന്തായാലും ബ്രാഹ ചൊല്ലി വാഴ്ത്തിയാൽ പിന്നെ അത് നമ്മൾ ബാക്കി വരാതെ എല്ലാം നമ്മൾ കഴിക്കണം അല്ലേ. അത് അങ്ങനെ പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ്. കാരണം ബ്രാഹ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ വാഴ്ത്തിയ ആ എന്ത് ഫുഡ് ഭക്ഷണമായാലും അപ്പമായാലും വൈനായാലും ഉപ്പായാലും അതെല്ലാം നമ്മുടെ ആത്മാവിനുള്ള ഫുഡാണ്, ശരീരത്തിലേക്ക് ഉള്ള ഫുഡ് അല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, കുറ്റാകുരിട്ട് ഒന്നും കാണാനില്ല, നമ്മുടെ ശരീരം പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥ. മുൻപിലുള്ളതോ സൈഡിലുള്ളതോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അകലേക്ക് നോക്കുമ്പോൾ ഒരു പൊട്ട് പോലെ നമുക്കൊരു വെളിച്ചം കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വെളിച്ചത്തിലേക്ക് നടക്കും അല്ലേ. അപ്പോൾ അടുക്കും തോറും ആ വെളിച്ചം വലുതായി വരുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് പ്രത്യാശ നിറയും. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസം ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രത്യാശയാൽ നമ്മൾ ആ വെളിച്ച ലക്ഷ്യമായിട്ട് നടക്കും. പലയിടത്തും നമ്മളിങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ പല സൗണ്ടുകൾ കേൾക്കാം, നമ്മൾ പേടിപ്പിക്കുന്ന പലതരം സൗണ്ടുകൾ. ചിലപ്പോൾ സൈഡിലൊക്കെ കുഴി ഉണ്ടാകാം, മൃഗങ്ങളുടെ സൗണ്ട്, അങ്ങനെ പലതും നമ്മെ പേടിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ അടുത്ത കാല് വെക്കുന്നത് എവിടെയാണ് എന്ന് പോലും നമുക്ക് ഒരു നിശ്ചയമില്ലാണ്ടാണ് നമ്മൾ ആ പോക്ക്. ആ വെളിച്ചം ലക്ഷ്യമാക്കി നടക്കുകയാണ്. ആ വെളിച്ചമാണ് സഹോദരരെ നിത്യപ്രകാശമായ ദൈവം. ആ ദൈവത്തിൽ ലക്ഷ്യം വെച്ച്, ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച്, ആ ദൈവത്തിൽ ആശ്രയം വെച്ച്, ആ ദൈവത്തിൽ വിശ്വസിച്ച് നാം നീങ്ങുകയാണ്. ഓരോ ശബത്തിലും ഓരോ സ്റ്റെപ്പ് വെച്ച് നാം നീങ്ങുകയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അവിടെ എത്തി, ആ പ്രകാശത്തിലേക്ക് നിങ്ങൾ എത്തി. അപ്പോൾ നിങ്ങൾക്കൊരാശ്വാസമായി. നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണ്. പെട്ടെന്ന് ആ അന്ധകാരം മാറി നിങ്ങൾ നടന്നു വന്ന വഴിയൊക്കെ പ്രകാശം വന്നെന്ന് വിചാരിക്കും. അപ്പോഴാണ് നിങ്ങൾ കാണുക, നിങ്ങൾ നടന്നു വന്ന ആ വഴിയിൽ ആ സ്റ്റെപ്പ് വെച്ചതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അഗാധമായ ഗർത്തം, മുള്ള്, പാമ്പ്, തീ പൊയ്ക എന്ന് വേണ്ട അസഹ്യമായ പല സംഭവങ്ങളും നിങ്ങൾ അവിടെ കാണാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം എന്താ? നെട്ടൂലേ, തോത ആബാ പറയൂലേ, ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തി ആബാ. ഓരോ സ്റ്റെപ്പിൽ കാല് വെക്കുമ്പോഴും ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ എന്താ അവസ്ഥ, ചിന്തിച്ച് നോക്കി. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം. കെയർഫുള്ളായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും വെച്ച് നടക്കണം. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ദൈവത്തെ കൂട്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ശബത്തിൽ ഒരു ചിന്ത വേണം. ഓരോ ശബത്തിലും കിദ്ദൂഷ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത് ഉയർത്തുന്ന പാനപാത്രം അത് വെറും വൈനല്ല, രക്ഷയുടെ പാനപാത്രമാണ്. അത് ബ്രാഹ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പാനപാത്രം രക്ഷയുടെ പാനപാത്രമാണ്. ആ ഒരു ചിന്തയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ശബത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ആത്മാവിനാൽ സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കാം. അപ്പോൾ ശബാത്ത് ശലോം. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആത്മീക ശരീരത്തെയും ജഡിക ശരീരത്തെയും കുറിച്ചാണ്. അവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്, എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് മാത്രമുള്ളതല്ല.
ആദ്യമേ തന്നെ ചോദിക്കട്ടെ, മറ്റുള്ളവരോടാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ടോ? അങ്ങനെ ഒരു ആത്മാവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആത്മാവൊന്നുമില്ല, ശരീരം കൊണ്ട് തന്നെ അല്ലെങ്കിൽ മരണം കൊണ്ട് തന്നെ അവസാനിച്ചു എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ വിട്ടുപൊക്കോ. നിങ്ങൾ ഈ ടോക്ക് കേൾക്കാൻ നിൽക്കണ്ട. കാരണം ഇത് നിങ്ങൾക്കുള്ളതല്ല. ഞാൻ സംസാരിക്കുന്നത് നാളെ മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടരോടാണ്. മനുഷ്യജീവന് വില കാണുന്നവരോടാണ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, അതായത് ജീവനുള്ള ഒരു ഉറുമ്പ് അല്ലെങ്കിൽ ഒരു മൃഗം. അപ്പോൾ അത് ചത്തുപോകുന്ന ചത്തുപോയ ഒരു ആന എന്ന് വിചാരിക്കുക, വലിയ ഒരു മൃഗം. അതിനേക്കാളും വാല്യൂ ഉണ്ട് ഈ ജീവനുള്ള ഉറുമ്പിന്, അല്ലേ? അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ തന്നെ അതോടുകൂടി നമ്മളുടെ ശരീരവും ചത്തു പോകും, നമ്മളും അതോടുകൂടി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രം, ആ ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യുന്ന മണ്ടന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് നാളെ മരണശേഷം ഒരു ലൈഫ് ഉണ്ടെന്ന് ചിന്തിക്കുന്നവരെ ഈ ടോക്ക് തുടർന്ന് കേൾക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് നിത്യരാജ്യത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്കൊരു ആത്മാവുണ്ട്, ആത്മീക ശരീരമുണ്ട്. അപ്പോൾ ജഡിക ശരീരവും ആത്മീക ശരീരവും നിങ്ങൾക്കുണ്ട്. ഇനി പറയൂ, ഒരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കുരു ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്കിന്നൊന്ന് ഒരു റെഡ്നെസ്, ഒരു ചുവന്ന കളറ് കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആദിയായിരിക്കും അല്ലേ? ഇതെന്താണാവോ, എനിക്ക് എന്ത് അസുഖമാണാവോ, ഞാൻ മരിക്കുമോ? അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിടും അല്ലേ? എന്നിട്ട് മരുന്ന് കഴിച്ച് അത് മാറ്റാനായിട്ട് ശ്രമിക്കും. സൗന്ദര്യം വിട്, നിങ്ങളത് വിട്, ഒന്നും തിന്നാനായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ദിവസം വയറ്റിൽ നിന്ന് പോയിട്ടില്ല, അപ്പോഴേക്കും നിങ്ങൾക്ക് ടെൻഷനാ അല്ലേ? അതായത് എല്ലാ ദിവസവും നിങ്ങളുടെ ജഡിക ശരീരത്തിന് വേണ്ടതെല്ലാം നിങ്ങൾക്കറിയാം, അത് കൊടുക്കാനായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളത് കൊടുക്കും ചെയ്യുന്നു. അപ്പം ചിന്തിക്ക്, നിങ്ങൾ എത്ര കാലം ജഡിക ശരീരം എത്ര കാലം ഉണ്ടാവും? 70-80 വർഷം അല്ലേ? അത്ര പോലും ഇന്ന് എത്തുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ എന്താണ് കഥ? നിങ്ങളുടെ ആത്മാവിൻ്റെ ശരീരം, നിങ്ങൾ ജഡിക ശരീരം ഇത്രയും വർഷമുള്ളൂ, എന്നിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇത്രയ്ക്കും ഉത്കണ്ഠയാണ്. അപ്പോൾ നിത്യജീവൻ നിത്യരാജ്യത്തിൽ ജീവിക്കേണ്ട, അല്ലെങ്കിൽ നിത്യതയോളം എന്നും ജീവിച്ചിരിക്കേണ്ട ഒരു ശരീരമാണ് ആത്മീയ ശരീരം. അതിൻ്റെ കഥ എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ മരണശേഷം അവിടെയാണ് ആത്മീയ ശരീരത്തിനുള്ള റോള് വരുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ ആരും അതിനെപ്പറ്റി ചിന്തിക്കില്ലെന്ന് പറഞ്ഞാൽ ആരുമല്ല, ഈ മണ്ടന്മാർ, നേരത്തെ പറഞ്ഞ ശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള പൊതുസമൂഹം, ഇന്നുള്ള ഭൂരിഭാഗം ജനങ്ങളെന്ന് തന്നെ പറയാം. അവരാരും ഇങ്ങനൊരു ആത്മാവിനെ പറ്റി ചിന്തിക്കുക പോലില്ല. അതിന് ഫുഡ് കൊടുക്കില്ല, അതിനെ കാത്തു സൂക്ഷിക്കില്ല, ക്ഷീണമുണ്ടോ എന്ന് നോക്കില്ല. ഒരു പക്ഷത്തെ ജഡശരീരത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ആ തത്രപ്പാടിൽ ആ ആത്മീക ശരീരം ചത്തുപോയിട്ട് പോലും ഉണ്ടാകും. മരണശേഷം ഒരു പോയിന്റും ഇല്ലാതെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന പോലെ, അങ്ങനെയുള്ള ഒരു ആത്മീയ ശരീരം കൊണ്ട് മരണശേഷം നിങ്ങൾ എന്ത് നേടാനാണ്? ആ ആത്മാവ് നേരെ നരകത്തിലേക്കുള്ളതാണല്ലേ? നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് തന്ന വെറും കവചം മാത്രമാണ് നിന്റെ ഈ ഭംഗിയുള്ള ശരീരം. ദൈവം നോക്കുന്നത് ഭൂമിയിലേക്ക് അയച്ച നിന്റെ ആത്മീക ശരീരത്തെയാണ്, ബോഡിയല്ല. ദൈവം ആത്മീയ ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന വ്യക്തിയാണെന്ന ബൈബിൾ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആത്മീക ശരീരത്തെ പോഷിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആത്മാവിന് എങ്ങനെയാണ് ഫുഡ് കൊടുക്കാൻ പറ്റുക? ആ ഫുഡ് എന്തൊക്കെയാണ്? ആ ഫുഡ്സാണ് പ്രാർത്ഥന, സ്തുതി, ആരാധന, ദൈവഭയം, ദൈവസ്നേഹം എന്നിവയൊക്കെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് അതിന് കാരണം ഓരോ ആത്മാവും അത് വന്ന സ്ഥലത്തേക്ക്, എവിടുന്ന വന്നേ? ദൈവത്തിങ്കലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? അതായത് നമ്മളെ ഓരോരുത്തരെയും, ഓരോ ആത്മാക്കളെയും ശരീരമുണ്ടാക്കി ഭൂമിയിലേക്ക് അയച്ചത് ദൈവമാണ്.
അപ്പോൾ ആ ആത്മാവ് എപ്പോഴും ദൈവത്തിങ്കിലേക്ക് പോകാൻ ആഗ്രഹിക്കും, എപ്പോഴും ദൈവവുമായിട്ട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ ദൈവം തന്ന ആ ആത്മാവിനെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ അതൊരു സ്വഭാവം തന്നെ മാറും. അതായത് ആ ആത്മാവ് പിന്നെ സാത്താനുള്ളതാവാം. മനസ്സിലായോ? മരണശേഷം അതിനെ നരകത്തിലേക്ക് സാത്താൻ കൊണ്ടുപോകും. കാരണം ആ ആത്മാവ് സാത്താൻ്റെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അവകാശപ്പെട്ടതാണ്. അപ്പോൾ ദൈവം നമുക്ക് തന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ സാത്താന് കൊടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അത് നമുക്കാണ്. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ നേരിടുമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മുടെ മാതൃകയായ യേശുവായെ ഓർക്കുക. യേശുവ ആയിരുന്നു ഈ സാഹചര്യത്തിലെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുമായിരുന്നു? ഇതിലേത് തിരഞ്ഞെടുക്കുമായിരുന്നു? അങ്ങനെ ആത്മീയ ശരീരത്തെ പക്വതപ്പെടുത്തി വേണം നമ്മൾ ജീവിക്കാനായിട്ട്, പാകപ്പെടുത്തി എടുത്തിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ബോക്കർത്തോ ആബ എന്ന് പറയൂലേ, ഗുഡ് മോർണിംഗ് പറയും ആബയുടെ അടുത്ത്, ദൈവത്തിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം പ്രാർത്ഥിക്കണം, അപ്പാ ഞങ്ങളുടെ ആത്മാവിനെ ഇന്ന് വഴി നടത്തണമേ, ഞങ്ങളുടെ ആത്മാവിന് ഇന്ന് ഫുഡ് കൊടുത്ത് ഹാപ്പി ആയിട്ട് വെച്ചിരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണേ, ഞങ്ങളെ അതിന് വേണ്ടിയിട്ട് അനുഗ്രഹിക്കണേ എന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. കാരണം എന്താ? സ്വർഗരാജ്യത്തിൽ നാളെ ആബയോടത്ത് ആയിരിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈ ആത്മീയ ശരീരമാണ്, ആത്മാവാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കൂട്ടു സഹോദരികളോട് അല്ലെങ്കിൽ കൂട്ടു സഹോദരരോട് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ അവരിൽ കാണേണ്ടത് അവരുടെ ആത്മാവിനെ ആയിരിക്കണം, ശരീരത്തിലല്ല. ശരീരത്തിൽ കുറവുകൾ കാണാം, കൂടുതൽ കാണാം, അല്ലേ? നമ്മളെക്കാൾ കഴിവുള്ളവർ അങ്ങനെ കുറേയൊക്കെ കാണാൻ പറ്റും. പക്ഷേ അവരുടെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ ആത്മാവിനാൽ മറ്റുള്ളവരെ കാണാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പം അതുപോലെ തന്നെയാണ് ഇസ്രായേൽ. അതായത് ആത്മാവിൽ ബന്ധമുള്ളവരാണ് നമ്മൾ, ആത്മീയ സഹോദരർ. അതുപോലെ തന്നെയാണ് ഇസ്രായേലും നമ്മളും തമ്മിലുള്ളതും ഒരു ആത്മീയ ബന്ധമാണ്. ആത്മാവിൽ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇസ്രായേലുമായിട്ട് ആത്മാവിൽ നമ്മൾ ഒന്നായിട്ടിരിക്കണം. ജഡശരീരങ്ങൾ രണ്ടാണെങ്കിലും ആത്മീക ശരീരത്തിൽ ഇസ്രായേലും നമ്മളും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ദുഃഖം വന്നാൽ നമുക്ക് വിഷമം ഉണ്ടാകുന്നതും ഇസ്രായേലിന് യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആകുലത ഏറുന്നതും ഒക്കെ അതിനൊക്കെ കാരണം എന്താണ്? അവർ നമ്മുടെ ആത്മീയ സഹോദരരാണ്. അപ്പോൾ കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവായ യഹൂദനോട് ദൈവം ഒട്ടിച്ചു ചേർത്തു അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഒട്ടിച്ചു ചേർത്ത അവർക്ക് അവരുടെ ഫീലിങ്സ് എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്കും ഉണ്ടാകുക. നമ്മൾ ജഡികമായി അവരിൽ നിന്ന് അകലെയാണെങ്കിലും ആത്മീകമായിട്ട് നമ്മൾ ഒരുമിച്ചാണ്. അപ്പം അങ്ങനെയുള്ളവർക്കേ ഫീലിങ്സ് ഉണ്ടാകൂ എന്നാണ് അർത്ഥം, അല്ലാത്തവർക്ക് ഫീലിങ്സ് ഉണ്ടാവില്ല. മത്തായി 5:3 എന്താ പറയുന്നത്? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. മലയിലെ പ്രസംഗത്തിൽ യേശു പറയുന്നതാ. എന്നിട്ട് പറയാണ് സ്വർഗരാജ്യം അവരുടേതാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ആത്മാവില് ദരിദ്രരാകുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ദാരിദ്ര്യമല്ലല്ലോ അല്ലേ? അപ്പൊ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ആശ്രിതരാണെന്നും ആത്മീകമായി ദൈവത്തെ ആവശ്യപ്പെടുന്നവരാണെന്നും തിരിച്ചറിയുന്ന വിനയമുള്ളവരാണ് ഈ ആത്മാവിൽ ദരിദ്രർ. ഇങ്ങനെ ആത്മാവിന്റെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് അതിന് എന്നും ഫുഡ് കൊടുക്കുന്നവർക്കാണ് സ്വർഗരാജ്യം കിട്ടുക. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ വളർത്തണേ അപ്പാ, അങ്ങനെ നിങ്ങൾ പഠിച്ച് ശീലിക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തെ നിങ്ങൾ പരിശോധിക്കണം, എൻ്റെ ആത്മാവിന് തൃപ്തി കിട്ടിയോ, ആത്മാവിന് ഞാൻ ഫുഡ് കൊടുത്തോ. നിങ്ങളുടെ ആത്മാവിനെ കൊന്നുകളയാനായിട്ട് നിങ്ങളുടെ ജഡത്തെ ഉപയോഗിക്കരുത്. നിങ്ങളുടെ ശരീരം ഒരിക്കലും ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിവിടാൻ കാരണമാകരുത്. ജഡത്തിൽ ഓടിയാൽ നമുക്ക് ക്ഷീണം വരും അല്ലേ? പക്ഷേ ആത്മാവിൽ ഓടിയാൽ വിരുദ് പ്രാപിക്കും. ആത്മാവിൽ ഓടണമെങ്കിൽ അതിന് ആരോഗ്യം കൊടുക്കാനായിട്ട് അതിന് ഫുഡ് ആവശ്യമാണ്, ആഹാരം ആവശ്യമാണ്. ആത്മീയ ശരീരത്തിന് ഒരു ദിവസം പോലും നമ്മൾ പട്ടിണി ഇടില്ല എന്ന് ഓരോരുത്തർക്കും ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ഇനി ആത്മീയ ശരീരത്തിനുള്ള ആഹാരം എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ? ആരാധന, സ്തുതി, നന്ദി പറച്ചില്, പ്രാർത്ഥന, പാട്ടുപാടാ, അവയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ
അപ്പം അതൊക്കെയാണ് നമ്മുടെ ആത്മാവിൻ്റെ ആഹാരങ്ങൾ. 3 യോഹന്നാൻ 1:2 നമുക്ക് യോഹന്നാൻ ഗായോസിനൊരു ലെറ്റർ എഴുതിയതാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പം അവിടെ എഴുതിയിട്ടുണ്ട്, പ്രിയനേ, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? ഗായസ് ആത്മാവിൽ സുഖമായിരിക്കുന്നു എന്നാണ്. അപ്പം അതുപോലെ നീ സൗഖ്യമായിരിക്കട്ടെ എന്ന്. അതിന് താഴെ കൊടുത്തേക്കാണ്, സഹോദരങ്ങൾ വന്ന് പറഞ്ഞു, നീ സത്യത്തിൽ നടക്കുന്നു, അപ്പം അതിനാൽ ഞാൻ സന്തോഷവാനാണ്. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ആത്മാവിൽ സുഖമായിരിക്കുന്ന ഗായോസ് സത്യത്തിൽ നടക്കുന്നത് കൊണ്ടാണ് അവന് ആത്മാവിൽ സുഖമായിരിക്കുന്നത്. അതായത് ആ സാഹചര്യത്തിൽ ഗായോസിൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം എന്തായിരുന്നു? സത്യത്തിൽ നടക്കുന്നത് എന്ന്. അപ്പം ഇതാണ് ഒരു ഉദാഹരണം, ആത്മാവിൻ്റെ ഫുഡ് സത്യത്തിൽ നടക്കുക ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇത് ഞാൻ ആത്മാവിൻ്റെ ഫുഡ് എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോ സാഹചര്യത്തിലും നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം എന്താണെന്ന് നാം തിരിച്ചറിയണം. എന്നിട്ട് അതായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ എൻ്റെ ഈ ടോക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരില്ല. കാരണം ഇത് കുറച്ച് കട്ടിയുള്ള ഭക്ഷണമാണ്. ഹെബ്രായർക്ക് ഇത് ലേഖനം 5:14 എന്താ പറയുന്നത്? പാല് കൊടുക്കുന്നത് ശിശുക്കൾക്കാണ്. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയാൻ എന്താ പറയുക, അതിന് തഴക്കമുള്ള അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ അത് പറ്റുള്ളൂ. നമുക്കറിയാം അല്ലേ, കട്ടിയുള്ള ആഹാരം വലിയവർക്കും പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം ശിശുക്കൾക്കുമാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കട്ടിയുള്ള ഭക്ഷണം കഴിച്ചാലേ ഇനി അത് കഴിച്ചാലേ പറ്റുള്ളൂ. കാരണം നിത്യരാജ്യത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ അതനുസരിച്ച് നമ്മുടെ ആത്മാവിനെ പാകപ്പെടുത്തേണ്ടവരാണ്. ഇനി ഇങ്ങനെ പാകപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സാത്താൻ നമ്മളെ നോട്ടമിടും. കാരണം എന്താ? ഈ ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ടായിട്ടും യഹൂദനോട് ഒട്ടിച്ചേരാൻ ദൈവം തിരഞ്ഞെടുത്തത് നമ്മയാണ്. അപ്പം അതിനാൽ തന്നെ നമ്മുടെ ആത്മാവിനെ സാത്താൻ വട്ടം കറങ്ങി നോട്ടമിടും. വൃദ്ധന്മാർക്ക് പോലും തെറ്റിപ്പോകുന്ന കാലമാണിതല്ലേ, അന്ത്യകാലം. ബൈബിളിൽ പറയുന്നുണ്ടല്ലേ. അപ്പോൾ യേശുവായുടെ കൂടെ നടന്ന യൂദാസിനെ പോലും തെറ്റിപ്പോയി. അപ്പം നമുക്ക് ചുറ്റും സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ഇങ്ങനെ വട്ടമിട്ട് നടക്കുമ്പോൾ അവൻ ലക്ഷ്യം വെക്കുന്നത് എന്താ? നമ്മുടെ ആത്മാവിനെയാണ്, നമ്മുടെ ബലഹീനതയാണ്. മറ്റുള്ളവരെ അവനറിയാം അവന് കിട്ടുമെന്ന്. നമ്മൾ പക്ഷെ വളരെ പ്രഷ്യസ് ആയതുകൊണ്ട് അവ നമ്മളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി അവൻ നമ്മയാണ് നോട്ടമിടുക അവസാന കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മുടെ ബലഹീനതയായിരിക്കും അവൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മുടെ ബലഹീനത എന്താണെന്ന് തിരിച്ചറിയണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു നല്ല ആത്മാവിൻ്റെ വില ഈ മുഴു ലോകത്തോടും തുലനപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറയണേ. അപ്പം അതുകൊണ്ട് 99 നീതിമാന്മാരെ ദൈവം വിട്ടിട്ട് പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെ തേടി പോയ കഥ പറയണേ ബൈബിളിൽ. കാരണം ഈ 99 നീതിമാന്മാർ ദൈവത്തിനുള്ളതാ. പക്ഷേ ഈ വഴി തെറ്റിപ്പോയ ഈ ഒരു ആത്മാവിൻ്റെ വില അത് വളരെ വലുതാ. അപ്പം അത് തിരിച്ചു പിടിക്കാനായിട്ട് 99 ആടുകളെയും ഇട്ടിട്ട് ആ ഒരെണ്ണത്തിന് തേടി പോകുന്നത്. അതുകൊണ്ട് ആ ആത്മാവിന് അത്ര വാല്യൂ ഉണ്ട്, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ആത്മാവിൻ്റെ ക്ഷീണം നമുക്ക് ശരീരം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ചിലരെ ആത്മാവ് മരിച്ചു കിടക്കുന്നത് പോലും അറിയില്ല. ഇന്ന് മുഖ്യ പേരും ഇന്നത്തെ ലോകത്തിൻ്റെ ഭൂരിഭാഗം പേരും ആത്മാവ് ഉണ്ടെന്ന് തന്നെ അവർക്കറിയില്ല. പിന്നെയാണ് ആത്മാവ് മരിച്ച കാര്യം. അപ്പോൾ അതൊന്നും അവർക്ക് അറിയില്ല, അവർക്കത് അറിയേണ്ട കാര്യവുമില്ല. അപ്പോൾ ആത്മാവ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, അതിൽ വിശ്വാസം, അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ ആത്മാവിൻ്റെ വളർച്ച വ്യത്യസ്തമായിരിക്കും. പലർക്കും പല പോലെ ആയിരിക്കും. ഓരോരുത്തരും ഓരോ എഫോർട്ട് എടുത്ത് ആത്മാവിനെ വളർത്തുമ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ ആത്മാവും പക്വതപ്പെടുന്നത്. ജഡിക ശരീരത്തിൽ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ടല്ലേ, അപ്പൻ, അമ്മ, ഭർത്താവ്, മക്കളുണ്ടല്ലേ. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾക്ക് നല്ല സ്നേഹവുമായിരിക്കും. എന്നാൽ ആ സ്നേഹമൊക്കെ ദൈവത്തോട് തുലനപ്പെടുത്തുമ്പോൾ ഒന്നുമല്ല. ചില ചോദ്യങ്ങൾ കേട്ടിട്ടില്ലേ, നിനക്ക് ഭർത്താവാണോ വലുത്, കർത്താവാണോ വലുത്? അപ്പോൾ നമുക്ക് കർത്താവ് മതി എന്ന് പറയാനുള്ള പക്വത കാണിക്കണം.
എല്ലാത്തിലും വലുത്, എല്ലാവരേക്കാളും വലുത് എൻ്റെ ആബയാണ്, എൻ്റെ ആബയായിരിക്കണം. നമ്മൾ ഓരോരുത്തരോടും പറയണതാണ്. ഓരോരുത്തരും മനസ്സിൽ പറയണം, ആരാണ് എനിക്ക് വലുത്? എൻ്റെ ആബയായിരിക്കണം. അല്ലാതെ ദൈവം എൻ്റെ ജീവനാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ജഡത്തിലുള്ള നിങ്ങൾ ദൈവവുമായിട്ട് അടുക്കുന്നതിൽ നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ഭർത്താവിനെയാണ്, നിങ്ങളുടെ മക്കളെയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെയാണ്. പക്ഷേ ജഡത്തിലുള്ള നിങ്ങൾ ദൈവത്തിനോട് അടുക്കുന്നത് അവരുടെ ആ സ്നേഹം അല്ലെങ്കിൽ ആ ബന്ധം ഒരു തടസ്സമായിട്ട് വരികയാണെങ്കിൽ, ദൈവവുമായി അടുക്കുന്നതിൽ വിരോധമാണ് അവരുടെ ബന്ധം എങ്കിൽ നിങ്ങൾ ആ ബന്ധം അകറ്റി നിർത്തണം സഹോദരരെ. കാരണം അവരെക്കാളും വലുത് നമുക്ക് ദൈവമാണ്. നിത്യരാജ്യത്തിൽ ബന്ധങ്ങളൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബന്ധങ്ങളെ പറ്റി ഓർക്കുക പോലും ഇല്ല. നമ്മൾ ഓരോ ആത്മാവും ദൈവത്തിൻ്റെ മുമ്പിൽ പോയി കണക്ക് കൊടുക്കണം. ആ സമയത്ത് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലുത് ദൈവമായിരിക്കണം. ലൂക്ക 12:52 ഭൂമിയിൽ സമാധാനം വരുത്താനല്ല ഞാൻ വന്നത്, ഛിദ്രം വരുത്തുവാൻ. ഇനിമേൽ ഒരു വീട്ടിൽ പരസ്പരം ഛിദ്രിച്ചിരിക്കും. അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകള് അമ്മയോടും മരുമകള് അമ്മായിയമ്മോടും അമ്മായിയമ്മ മരുമകളോടും. അങ്ങനെ വീട്ടില് പരസ്പരം ദൈവത്തെ പ്രതി ഭിന്നതയുണ്ടാകും. ഇത് യേശുവായുടെ വാക്കുകളാ. ഞാൻ സമാധാനം സ്ഥാപിക്കാനെന്ന് വന്നു നിങ്ങൾ വിചാരിക്കരുത്. അതായത് അതാണ് ഈ പറയുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട. അതായത് നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ആബയെ സ്നേഹിക്കാൻ തടസ്സമായി വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് അറുത്തു മാറ്റണം. അത് കഴിഞ്ഞിട്ടുള്ള സ്നേഹമൊക്കെ മതി. അപ്പോൾ അവർക്ക് ദേഷ്യമുണ്ടാകാം, പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകാം, പലതും സംഭവിക്കാം. അതാണ് ഇപ്പോൾ ദൈവം പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ ഭിന്നത ഉണ്ടാക്കും ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം. കാരണം സാത്താൻ്റെ ആത്മാക്കൾക്ക് ദൈവത്തിൻ്റെ ആത്മാക്കളുമായി ചേർന്ന് പോകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാക്കൾക്ക് സാത്താൻ്റെ ആത്മാക്കളുമായും ചേർന്ന് പോകാൻ പറ്റരുത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങളിതൊക്കെ കേട്ട് വിഷമിക്കണ്ട. മരണം വരെ നമ്മൾ ഈ വിരുത് കാത്തു സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതായത് പരീക്ഷണമാണ് ഈ അന്ത്യകാലത്ത് കൂടുതലുണ്ടാവുക. സ്വന്തക്കാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, പങ്കാളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകും. സാത്താൻ ഇങ്ങനെ നമ്മളെ ഇഴഞ്ഞിഴഞ്ഞ് വന്ന് ട്രിക്ക് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രാവിൻ്റെ നിഷ്കളങ്കത മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പാമ്പിൻ്റെ വക്രബുദ്ധിയും കൂടെ കാണിക്കണം. ഇഴഞ്ഞു വരുന്ന സാത്താന് അവൻ്റെ വക്രബുദ്ധിക്ക് പകരം തിരിച്ച് അതേ ബുദ്ധിയിൽ തന്നെ തിരിച്ചു കൊടുക്കണം. നിങ്ങളുടെ ആത്മാവിനെ ഒരു ഉറുമ്പ് പോലും കയറാതെ അടച്ചു പൂട്ടി മരണം വരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അനുകൂല സാഹചര്യം വന്നാൽ ജഡിക ശരീരം വളരും, അല്ലേ? പക്ഷേ ആത്മീക ശരീരം വളരുന്നത് എപ്പോഴാ? പ്രതികൂല സാഹചര്യം വരുമ്പോഴാ. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ പ്രതികൂല സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ തോതാ അബ പറയണം, നന്ദി അപ്പാ. കാരണം നമ്മുടെ ആത്മീക ശരീരം വളരുന്നത് ഈ പ്രതികൂല സാഹചര്യത്തിലാണ്. സ്വന്തം ആത്മാവിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് എല്ലാവർക്കും മരണം വരെ പ്രാണനോളം ഫൈറ്റ് ചെയ്ത് നിത്യരാജ്യത്തിന് വേണ്ടി പൊരുതാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ആത്മീക ജഡവും ശാരീരികമായ ജഡിക ശരീരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ ടോക്ക് കേട്ടെന്ന് വെച്ചിട്ടോ ഇതൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റുന്നൊരു കാര്യമില്ല. ഒരു അമ്മയ്ക്ക് സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ സ്വന്തമായിട്ട് നമ്മൾ നേടേണ്ട കാര്യങ്ങളാണ്. സ്വന്തമായിട്ട് ആത്മാവിനെ ബലപ്പെടുത്തുകയും സ്വന്തമായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടണം. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ആത്മാവിന് വേണ്ടി പരിശ്രമിക്കണം. അല്ലെങ്കിൽ ഈ അവസാന കാലത്ത്, ഈ അന്ത്യകാലത്ത് നമുക്കെല്ലാം തെറ്റിപ്പോകും. ഓരോരുത്തർക്കും തെറ്റുവരും. അപ്പോൾ അതുകൊണ്ട് ഈ ടോക്ക് കേട്ടു അല്ലെങ്കിൽ ഞങ്ങൾ ബൈബിള് വായിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊക്കെ ദൈവവുമായിട്ടുള്ള കണക്ഷനിലൊക്കെ വരുന്നത്. ദൈവമാണ് നിൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്നത്. ഇത് വെറും യാന്ത്രികമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ഒരു ബന്ധം വരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ശബത്താതിരിക്കുന്നത്. അപ്പോൾ അതൊരു യാന്ത്രികത വരരുത്. നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് ആഭയമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ ആത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ആ ബന്ധമാണ്.
ആബയോടുള്ള ആ സംസാരം അല്ലെങ്കിൽ ആ ഒരു ബന്ധം എപ്പോഴും ആബമ്മയുടെ കൂടെ നമുക്കത് ഫീൽ ചെയ്യാം അല്ലേ. അപ്പോൾ ആ ഒരു ബന്ധം തകർന്നു പോവാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഇടവരുത്തരുത്. കാരണം തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരിക എന്നുള്ളത് ഇത്രയും പ്രയാസമുള്ള കാര്യമാണ്. ചിലപ്പോൾ തിരിച്ചു വരാനേ പറ്റില്ല. നീതിമാന്മാർ 7 പ്രാവശ്യം വീണാൽ എഴുന്നേക്കും, പക്ഷേ മറ്റുള്ള നീതിമാൻ 7 പ്രാവശ്യം. അപ്പം പാപികളായ നമ്മുടെയൊക്കെ കാര്യങ്ങളോ 1 പ്രാവശ്യം വീണാൽ പോലും എഴുന്നേക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എല്ലാവരും അലർട്ടായിട്ടിരിക്കണം, ആത്മാവിൽ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കണം, ആത്മാവിൽ സൗഖ്യമായിരിക്കുന്നു എന്ന് ഓരോരുത്തരും ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാൻ നിർത്താണ്. ശബത്ത് ആചരിക്കുന്ന എല്ലാവർക്കും ശബ്ബാത്ത് ശലോം. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ആ വാക്ക് ഞാൻ പറഞ്ഞ ആത്മീക ശരീരവും ജഡിക ശരീരവുമാണല്ലേ. അപ്പോൾ ആത്മീക ശരീരത്തിന് എന്താണ് ഹീബ്രുവിൽ പറയാന്ന്? ഗൂഫ് റുഖാനി, GUF റുഖാനി. ഗൂഫ് എന്ന് പറഞ്ഞാൽ ശരീരം, റുഹാനി എന്ന് പറഞ്ഞാൽ RUKHANI, റുഖാനി. അത് ആത്മീക ശരീരം. ജഡിക ശരീരത്തിനെ പറയുന്നത് ഗൂഫ് ബസാർ. ഗൂഫ് ഞാൻ നേരത്തെ പറഞ്ഞ ശരീരം, ബസാർ BASAR, ഗൂഫ് ബസാർ, ജഡിക ശരീരം. അപ്പോൾ എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ, തോദാവ, ശബാത്ത് ശലോം.